അതാണ് ശ്രീ എം ജയചന്ദ്രൻ അങ്ങനെ ഒരു ഒറ്റ വാക്ക് പറഞ്ഞുകൊണ്ട് ഈ സമരത്തിന് ഒരു പരിഹാരം കാണാൻ എന്തുകൊണ്ട് സർക്കാരിന് കഴിയുന്നില്ല? പകരം ഈ സമരത്തെ തള്ളിപ്പറയുന്നു, ഈ സമരക്കാരെ അധിക്ഷേപിക്കുന്നു. അതെന്തുകൊണ്ടാണ്? അതും പ്രത്യേകിച്ച് CPIM പോലൊരു പാർട്ടിയിൽ നിന്ന് ആരും പ്രതീക്ഷിക്കുന്നതല്ല. അത് ഒരു കൂട്ടം സ്ത്രീകളാണിവർ. വെയിലും മഴയും ഒക്കെ കൊണ്ട് ഇവർ ആരാണ്? നമുക്കറിയാവുന്നതാണല്ലോ കോവിഡ് സമയത്തൊക്കെ എന്താണ് ഇവർ ചെയ്തിട്ടുള്ളത് നമ്മളുടെ സംസ്ഥാനത്തിന് വേണ്ടി എന്നുള്ളത്. എല്ലാ ദിവസവും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിലൂടെ പറഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെ ആര് ചെയ്തതാണ് നമുക്കറിയാവുന്നതാണത്. അപ്പോൾ വളരെ ന്യായമായ ആവശ്യം 232 രൂപ എന്നുള്ളത് വെച്ചുകൊണ്ട് എങ്ങനെയാണ് ജീവിതം മുന്നോട്ട് പോവുക എന്ന ചോദ്യം തീർത്തും ന്യായമായ ചോദ്യമാണ്. ഇപ്പോൾ 7000 രൂപയാക്കി മാറ്റിയിട്ടുള്ളത് LDF സർക്കാരാണ് എന്നുള്ളതും നമുക്കറിയാവുന്ന വിഷയമാണ്. കാരണം ഇത് 1000 രൂപ 2015-16 കിടന്നതാണ്. പിന്നീട് പടിപടിയായി 2016-17 1500, 17-18 2000, 18-19 4000, 19-20 4500, 20-21 5000, 21-22 6000, 2023 ഡിസംബറിൽ 7000 രൂപയാക്കി വർദ്ധിപ്പിച്ചു. അത് സ്വാഗതാർഹമായ കാര്യമാണ്. പക്ഷേ അപ്പോഴും ഇതിൽ ചില കാര്യങ്ങൾ പറയുന്നത് ന്യായമാണ് എന്നുള്ളതിൽ താങ്കൾക്ക് തർക്കമുണ്ടോ? എന്തുകൊണ്ടാണ് നമ്മളത് പരിഗണിക്കാമെന്നൊരു വാക്ക് പോലും പറയാൻ സർക്കാരിന് കഴിയാത്തത്? ശ്രീ എം ജയചന്ദ്രൻ. അനുജ, താങ്കൾ പറഞ്ഞതിൽ ചെറിയൊരു ഭേദഗതിയുണ്ട്. കാരണം 7000 രൂപയല്ല, കേരളം ആശാവർക്കർമാർക്ക് നൽകുന്നത് 8200 രൂപയാണ്. 7000 രൂപ സംസ്ഥാന സർക്കാരിന്റെ ഓണറേറിയവും. അതെ, ഓണറേറിയം വർദ്ധിപ്പിച്ച കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഓണറേറിയത്തിന്റെ മാത്രം കണക്കാണ് ഞാൻ പറഞ്ഞത്. ഓണറേറിയം മാത്രമാണ് ഞാൻ പറഞ്ഞത്. അതെ, ഞാൻ പറഞ്ഞത് മൊത്തത്തിലുള്ള കണക്കാണ്. ആ ഫിക്സഡ് ഇൻസെൻറ്റീവിൽ അതിൻ്റെ 40% 1200 രൂപ, 3000 രൂപയുടെ. മറ്റേ വേറൊരു 3000 ഉള്ളത് അത് പിന്നെ പെർഫോമൻസ് ഇൻസെൻറ്റീവ് പെർഫോമിംഗ് അനുസരിച്ചാണല്ലോ അത് വരുന്നത്. അതെ, അത് പെർഫോമൻസിൽ മാത്രമാണ് വരുന്നതുമാണ്. പക്ഷേ ഈ 8200 രൂപയുണ്ട്. അതേസമയം BJP പ്രതിനിധിയായി നമ്മുടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന TP ജയേന്ദ്രൻ മാസ്റ്റർ പറഞ്ഞതിൽ അടിസ്ഥാനപരമായ ചില തെറ്റിദ്ധരിപ്പിക്കലുകളുണ്ട്. അതുകൂടെ ഒന്ന് പറയേണ്ടതുണ്ട്. കാരണം ആശാ വർക്കർമാർ ഫുൾ ടൈം ജോലിക്കാരാണ്, നിങ്ങൾ ജോലിക്ക് വന്നില്ലെങ്കിൽ പിരിച്ചുവിടും എന്നൊക്കെ സംസ്ഥാന സർക്കാർ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയുന്നത് അടിസ്ഥാനരഹിതമായ കേവലമായ ആരോപണങ്ങൾ മാത്രമാണ്. കാരണം അനുജ അന്വേഷിച്ച് നോക്കിക്കോളൂ, 70 വയസ്സിന് മേലെ പ്രായമുള്ളവർ ഇപ്പോഴും കേരളത്തിൽ ആശാ വർക്കർമാരായി ജോലി ചെയ്യുന്ന സംസ്ഥാനമാണ് കേരളം. ആരെയും കേരളം ഇതുവരെ പിരിച്ചുവിട്ടിട്ടില്ല. 62 വയസ്സിൽ പെൻഷൻ വേണം, അത് 5 ലക്ഷം രൂപ പെൻഷൻ കിട്ടണം, പിന്നെ പിരിഞ്ഞു പോകുന്നൊരു ആനുകൂല്യം കിട്ടണം എന്നൊക്കെ സമരം ചെയ്യുന്നവർ പറയുന്നുണ്ട്. പക്ഷേ 70 വയസ്സിന് മേലെ ഉള്ളവർ ഇപ്പോഴും ഉണ്ട് ഇവിടെ. ഒരു കാര്യം. രണ്ടാമത്, ആശാ വർക്കർമാരുടെ ജോലി എന്ന് പറയുന്നത് അത് പിന്നെ ഒരു മാസം 11 ദിവസം ഫീൽഡിലും 4 ദിവസം ക്ലിനിക്കിലും ആശുപത്രിയിൽ, അങ്ങനെ 15 ദിവസമാണ് ആശമാർ ജോലി ചെയ്യുന്നത്. പക്ഷേ ഇവർ പറയുന്നതോ, സെക്രട്ടേറിയറ്റ് മുമ്പിൽ സമരം ചെയ്യുന്നവരടക്കം പറയുന്നത് രാവിലെ 7 മണി മുതൽ രാത്രി 7 മണി വരെ എല്ലാ ദിവസവും ഞങ്ങൾ നിരന്തരം ജോലി ചെയ്യുകയാണ്. അങ്ങനെയല്ല, അവർക്ക് 15 ദിവസമാണ് ജോലി ചെയ്യാൻ നിശ്ചയിച്ചിട്ടുള്ളത്. ഇനി മറ്റൊരു കാര്യം കൂടെ, ഇന്ന് അതിൽ നമുക്കൊന്ന് വ്യക്തത തേടി പോകാം. ശ്രീ എം ജയചന്ദ്രൻ, അതിൽ നമുക്കൊന്ന് വ്യക്തത തേടി പോകാം. ഈ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾ തന്നെ നമുക്കൊപ്പം ഉണ്ടല്ലോ, ശ്രീമതി KP റോസമ്മ. അത് ശരിയാണോ? തീർത്തും തെറ്റാണ്. അത് വസ്തുതാവിരുദ്ധമാണ് ഈ സംസാരിച്ചത്. അത് ശരിയല്ല സംസാരിച്ചത്. നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ ജോലി സമയം എങ്ങനെയാണ്? ഞാൻ കേട്ടത് ചിലരുടെ ജോലിയൊക്കെ 10-16 മണിക്കൂർ വരെ നീളുന്ന തരത്തിലേക്ക്, വീട്ടിൽ ചെന്നാൽ പോലും വീണ്ടും ഇതിന്റെ കണക്കുകളും കാര്യങ്ങളും എഴുതിക്കൊണ്ടിരിക്കേണ്ടുന്ന തരത്തിൽ വരെ ഭാരിച്ച ഉത്തരവാദിത്വം ഇവർ നേരിടുന്നുണ്ടോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അതെ. ഞാൻ എൻ്റെ മാത്രം കാര്യത്തിൽ നിന്നുകൊണ്ട് പറയുമ്പം എനിക്ക് അല്ല, ശ്രീമതി KP റോസമ്മയോടാണ്. അവരൊന്ന് ക്ലാരിഫൈ ചെയ്തിട്ട് ഞാൻ താങ്കളിലേക്ക് എത്താം. എൻ്റെ മാത്രം കാര്യം ഞാൻ പറയാം. ഞാൻ 532 വീടാണ് എനിക്ക് ഡൊല്ലിംഗ് ഹൗസ്. അതിൽ 2136 പോപ്പുലേഷനുണ്ട്. ഞാൻ അതിനകത്ത് 0 to 5 കുട്ടികളുണ്ട്, ഗർഭിണികളുണ്ട്, പാലിയേറ്റീവ് പേഷ്യൻ്റ് ഉണ്ട്, NCD പേഷ്യൻ്റ് ഉണ്ട്, വെൽവുമൻ ക്ലിനിക്കുകളുണ്ട്, വിവ മുതലായ കാര്യങ്ങളുണ്ട്. അങ്ങനെ നിരവധി കാര്യങ്ങൾ അക്കമിട്ട് പറയാനുണ്ട്. അതെല്ലാം ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് അത് ചെയ്തു തീർക്കുക എന്നുള്ളത്. അപ്പോൾ അതിനിടയിൽ ഞങ്ങൾക്ക് ആർദ്രം ഡ്യൂട്ടി, സബ് സെൻറ്റർ തല ഡ്യൂട്ടി, അങ്ങനെ പഞ്ചായത്ത് തല അവലോകന യോഗങ്ങൾ, ഹോസ്പിറ്റൽ ആശുപത്രി തല അവലോകന യോഗങ്ങൾ, സബ് സെൻറ്റർ തല അവലോകന യോഗങ്ങൾ, ഇങ്ങനെ ചർച്ചാ ക്ലാസ്സുകൾ, NCD പ്രോഗ്രാം സംഘടിപ്പിക്കുക, വിവാഹ ക്ലിനിക്കുകൾ നടത്തുക, ഇതൊക്കെ ഞങ്ങളുടെ ബാധ്യതയും ഞങ്ങളുടെ കാര്യങ്ങളുമാണ്. അതിനിടയിൽ ഞങ്ങൾക്ക് ഏതെങ്കിലും കാരണവശാൽ
ചിക്കൻഗുനിയ പോലെയുള്ള മഴക്കാലപൂർവ്വ കാല ശുചീകരണങ്ങൾ, ചിക്കൻഗുനിയ പോലെയുള്ള പനികളോ മറ്റു കാര്യങ്ങളോ മലേറിയ ഇങ്ങനെയൊക്കെയുള്ളതിനുള്ള മുൻകരുതലെടുക്കൽ, മഴക്കാല പൂർവ്വകാല ശുചീകരണത്തിന് മുൻകരുതലെടുക്കുക, കലണ്ടറുകൾ തയ്യാറാക്കി കൃത്യമായി ചെയ്യേണ്ടതാണ്. അതിനിടയിൽ ഈ 15 ദിവസത്തിൻ്റെ കണക്ക് എങ്ങനെയാണ് അദ്ദേഹം പറയുന്നതെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. സമയത്തിൻ്റെ കാര്യം അത് കൃത്യമായിട്ട് പറയാൻ പറ്റത്തില്ല. രാത്രി 12 മണിക്കായിരിക്കാം ഒരു പക്ഷേ ഗർഭിണി വിളിക്കുന്നത്, എനിക്ക് ഇന്ന പ്രശ്നമാണ്, അതല്ലെന്നുണ്ടെങ്കിൽ കുട്ടിക്ക് വയറിളക്കമാണ്, അതേപോലെ തന്നെ പാലിയേറ്റീവ് പേഷ്യൻറ്റിന് അസുഖം കൂടി, ഓക്സിജൻ്റെ അളവ് കുറവാണ്. ഇങ്ങനെ നിരവധി കാര്യങ്ങൾ ഞങ്ങളോട് രാത്രി 12 മണിക്ക് എന്നൊന്നുമില്ല, കൃത്യമായിട്ടും ഫീൽഡ് തലത്തിൽ നിന്ന് വിളിച്ച് ചോദിച്ച് അതിന് ഉത്തരം പറയേണ്ടവരാണ് ഞങ്ങൾ. ഈ കഴിഞ്ഞ ദിവസം തന്നെ എൻ്റെ ഒരു പാലിയേറ്റീവ് പേഷ്യൻ്റ്, ഞാൻ സമരത്തിലിരിക്കവേ തന്നെ പാലിയേറ്റീവ് പേഷ്യൻ്റെ വീട്ടിൽ ഒരു വാർദ്ധക്യത്തിൽ മരിച്ച ഒരു അമ്മ മരിച്ചു. അതിനിടയിൽ അവരാണ് നമ്മളോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, ഇങ്ങനെയാണ് കാര്യങ്ങൾ, ഇതാണ് കാര്യങ്ങൾ. ഞങ്ങൾ കൃത്യമായിട്ട് സമരപ്പന്തലിൽ ഇരുന്നുകൊണ്ട് തന്നെ കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക ചെയ്യുന്നത്. അതേപോലെ ഇതിന് ഇദ്ദേഹം പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ശരി, അതാണ് ശ്രീ എം ജയചന്ദ്രൻ. അങ്ങനെ നമ്മൾ ഈ കണക്ക് വെച്ചൊന്നും ചെയ്യുന്ന തരത്തിലേക്കുള്ള ജോലി അല്ല ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഇത് പലരും പറഞ്ഞ് ഞാൻ കേട്ടതാണ്, ഇപ്പോൾ അത് താങ്കളും കേട്ടല്ലോ. അപ്പോൾ ആ കണക്കൊക്കെ നമുക്ക് വിടാം. ഇവർ പറയുന്ന ചില കാര്യങ്ങൾ വളരെ ന്യായമായ ആവശ്യങ്ങളല്ലേ ഇവർ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. 232 രൂപ എന്നുള്ളത് അതെത്ര തുച്ഛമാണ് ശ്രീ എം ജയചന്ദ്രൻ? അല്ല, ഞാൻ ശ്രീമതി കെ പി റോസമ്മയുമായി ഒരു തർക്കത്തിനോ വഴക്കിനോ അല്ലല്ലോ ഇവിടെ ഇരിക്കുന്നത്. തീരെ താല്പര്യവുമില്ല അത്തരത്തിലൊരു വഴക്കിന്. എൻ്റെ കയ്യിലുള്ള ഇത് സംബന്ധിച്ച യൂണിയൻ ഗവൺമെൻറ്റിൻ്റെയും NHMൻ്റെയൊക്കെ ഉത്തരവുകൾ ഞാൻ താങ്കൾക്ക് പിന്നീട് അയച്ചു തരാം ചർച്ചയ്ക്ക് ശേഷം. ഇതൊരു തർക്കത്തിനായിട്ടല്ല, ഞാൻ അവരോട്, ആ സഹോദരിയുടെ തർക്കത്തിനായിട്ടല്ല നിശ്ചയമായും ഇവിടെ ഇരിക്കുന്നത്. അതാണ് അവരുടെ അഭിപ്രായമെങ്കിൽ ഞാൻ അതിനോട് വിയോജിക്കുന്ന പോലുമില്ല. പക്ഷേ ഞാൻ ഈ പറഞ്ഞതുപോലെ ഉത്തരവുകൾ ഞാൻ താങ്കൾക്ക് അയച്ചു തരികയും ചെയ്യാം. അതവിടെ നിൽക്കട്ടെ. താങ്കളുടെ ചോദ്യത്തിലേക്ക് ഞാൻ വരാം. ഈ പറയുന്ന പ്രശ്നത്തിൽ ഇന്ന് ആരോഗ്യമന്ത്രി ഡൽഹിയിൽ കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായി കണ്ട് ചർച്ച നടത്തി പരിഗണിക്കാം എന്ന് ഒരു ഏതാണ്ട് കഷ്ടിച്ച് 3 ആഴ്ച മുമ്പ് പാർലമെൻറ്റിൽ പറഞ്ഞ അതേ കാര്യമാണ് നേരിട്ടിന്ന് കേരള ആരോഗ്യമന്ത്രിയോട് നേരിട്ട് സംസാരിച്ചപ്പോഴും അദ്ദേഹം പറഞ്ഞത്. പാർലമെൻറ്റിൽ പറഞ്ഞതും ഇതുതന്നെയാണ്. ഒരു റിപ്പോർട്ട്, അന്വേഷണ റിപ്പോർട്ടിനെ തേടിയിട്ടുണ്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോട്. അവരുടെ റിപ്പോർട്ട് കിട്ടുന്ന മുറയ്ക്ക് ആവശ്യമായ പരിശോധന നടത്തി ആ കാര്യത്തിൽ, ഇൻസെൻറ്റീവിൻ്റെ കാര്യത്തിൽ തീരുമാനം എടുക്കാം എന്നാണ് പാർലമെൻറ്റിൽ JP നദ്ദ പറഞ്ഞത്. അദ്ദേഹം ഇന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജിനോട്, സംസ്ഥാന ആരോഗ്യമന്ത്രിയോടും പറഞ്ഞത് അതുതന്നെയാണെന്നാണല്ലോ അവരും പറഞ്ഞത്, മാധ്യമങ്ങളോട് പറഞ്ഞത്. അപ്പോൾ കേന്ദ്രത്തിൻ്റെ ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ ഇപ്പോൾ നിലവിൽ നമ്മൾ ആദ്യം സംസാരിച്ചതുപോലെ 3000 രൂപ ഫിക്സഡ് ഇൻസെൻറ്റീവ് ഉണ്ട്, വേരിയബിൾ ഇൻസെൻറ്റീവായിട്ടുള്ള പെർഫോമൻസ് ഇൻസെൻറ്റീവ് 3000 അപ്പോൾ അതിലാണ് വർധനവ് വരുത്തുക. അപ്പോൾ അത്തരം ഒരു വർധനവ് ഉണ്ടായാൽ സ്വാഭാവികമായും കണിശമായും കേരളത്തിൽ ആ വർധനവിൻ്റെ ഭാഗമായിട്ടുള്ള വർധനവ് വേറെ ഉണ്ടാവും എന്ന് മുഖ്യമന്ത്രി തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. വർദ്ധിപ്പിക്കില്ല എന്നല്ല പറഞ്ഞേക്കുന്നത്. അല്ല, പക്ഷേ ഇവരുടെ ആവശ്യം, ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ശ്രീ എം ജയചന്ദ്രൻ, ഓണറേറിയത്തിൽ വർധന വേണം എന്നുള്ളതാണല്ലോ. സംസ്ഥാന സർക്കാരെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓണറേറിയത്തിൽ വർധന വേണം എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമാണ് ഇവർ ഉന്നയിക്കുന്നത്, സമരം തുടങ്ങിയ ആദ്യ ദിനം മുതൽ തന്നെ. ഓണറേറിയത്തിൽ വർധന ഉണ്ടാവും. അതെ, വർധന ഉണ്ടാകുമെന്ന് താങ്കൾ ഇപ്പോൾ പറയുന്നുണ്ട്. പക്ഷേ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു വരി ഒരിക്കൽ പോലും പറഞ്ഞു കേൾക്കുന്നില്ല. ഓണറേറിയത്തിൽ വർധനയുണ്ടാകും, നമുക്കത് പരിഗണിക്കാം എന്നൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടോ മന്ത്രി? അല്ല, അതെന്താ അങ്ങനെ പറയുന്നത്? താങ്കളെന്താ അങ്ങനെ പറയുന്നത്? ആശമാരുടെ ഓണറേറിയം ഇതുവരെ വർദ്ധിപ്പിക്കാഞ്ഞിട്ടാണോ? താങ്കൾ തന്നെ മുമ്പേ ഓരോ വർഷത്തിൻ്റെയും കണക്ക് പറഞ്ഞല്ലോ അനുജ. അങ്ങനെ വർദ്ധിപ്പിച്ച അതിലൊരു തർക്കവുമില്ല എന്നുള്ളതുകൊണ്ടാണല്ലോ ഞാൻ കണക്കുകൾ എടുത്ത് പറഞ്ഞത്. ഏറ്റവും കൂടുതൽ ഓണറേറിയം നൽകിയിട്ടുള്ളത് LDF സർക്കാരാണ്. അതുകൊണ്ട് തന്നെ ആ കണക്കുകൾ വിശദമായി ഞാൻ പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ ഇവർ ഈ സമരം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് പരിഗണിക്കാം എന്ന് പറയാൻ എന്തുകൊണ്ട് ഈ സർക്കാരിന് കഴിയുന്നില്ല? വർദ്ധിപ്പിക്കാമെന്ന് പറഞ്ഞാൽ അല്ല, അതാണ് പ്രശ്നം. ഈ വരികൾക്കിടയിൽ നമ്മൾ വായിക്കാൻ പോകുമ്പോഴാണല്ലോ ഈ പ്രശ്നമുള്ളത്. കേന്ദ്രത്തിൽ അത് വർദ്ധിപ്പിച്ചാൽ നിശ്ചയമായി ഇവിടെ വർദ്ധിപ്പിക്കും എന്ന് പറയുന്നത് രണ്ട് അർത്ഥത്തിൽ അത് മനസ്സിലാക്കണം. ഒന്നാമത്തെ അർത്ഥം, കേന്ദ്രത്തിൽ ഈ ഒരു വർധന ഉണ്ടായാൽ സ്വാഭാവികമായി അതിന് 40% വർധന ഇവിടെ വരും. അത് സംസ്ഥാന സർക്കാർ പറഞ്ഞാലും ഇല്ലെങ്കിലും കൊടുത്തേ മതിയാവും. അപ്പോൾ കേന്ദ്രത്തിൽ വർദ്ധിപ്പിച്ചാൽ ഇവിടെ വർദ്ധിപ്പിക്കാന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? സ്വാഭാവികമായും വർദ്ധിപ്പിക്കേണ്ടതാണ്. അപ്പോൾ ആ വർധന കൂടി ഇവർക്ക് കിട്ടും. കൂടാതെ ഓണറേറിയത്തിൽ ഒരു വർധന ഇവർ ആവശ്യപ്പെടുന്നുണ്ട്. കാരണം അധികം ജോലികൾ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്.
അതുകൊണ്ട് തന്നെ ഓണറേറിയത്തിൽ വർധന വേണം എന്നവർ പറയുകയാണ്. ഈ 10,000 രൂപയാക്കണമെന്നൊക്കെയുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് മറ്റ് പല സംസ്ഥാനങ്ങളിലും സമരങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട് CITUവിന്റെ നേതൃത്വത്തിലൊക്കെ. പക്ഷേ അപ്പോഴും ഏറ്റവും കൂടുതൽ ഓണറേറിയം നൽകുന്ന സംസ്ഥാനം കേരളമാണ് എന്നുള്ളത് അഭിമാനത്തോടെ നമ്മൾ എടുത്തു പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ഒരു ചോദ്യം ഞാൻ ചോദിക്കുന്നത്. ഞാൻ താങ്കളിലേക്ക് എത്താം.